എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയും ചോദിക്കുന്നൊരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം. നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് വിവരങ്ങൾ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ലേ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്. പല വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരുപാട് വിദ്യാർത്ഥികളും ആശങ്ക അറിയുന്നൊരു ചോദ്യം തന്നെയാണിത്. നമ്മൾ ഈ ഗൗരവകരമായി എടുക്കേണ്ട ഒരു വിഷയവും ഇത് തന്നെയാണ്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി ഡിഗ്രിയിൽ എപ്പോഴാണ് ഏത് ഇയറാണോ അഡ്മിഷൻ എടുക്കുന്നത് ആ ഇയർ മുതൽ ആ വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുന്ന ഇയർ മുതൽ ഏതാണ്ട് 5 to 6 വർഷം വരെയാണ് ഒരു വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 5 to 6 വർഷം വരെയാണ്. അപ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ 2024 കഴിഞ്ഞ് 2025 നമ്മൾ വരുമ്പോൾ ഏതാണ്ട് അവരുടെ 5 to 6 വർഷം എന്നുള്ള വാലിഡിറ്റി പീരീഡ് എന്ത് ചെയ്യുവാണ്, ഏതാണ്ട് കഴിയുകയാണ്. ഇനി അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്, അതായത് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമായൊരു കാര്യമാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് സർക്കുലറുകൾ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. അതായത് ഇനി നിങ്ങൾക്ക് 6ാം സെമസ്റ്റർ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. വരുന്ന 6ാം സെമസ്റ്റർ പരീക്ഷകൾ നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ എഴുതാൻ സാധിക്കും. പിന്നീട് വരുന്ന സപ്ലിമെൻ്ററി പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ കൊല്ലം വന്ന നോട്ടിഫിക്കേഷൻ, ഈ കൊല്ലം യൂണിവേഴ്സിറ്റി വിളിച്ച എല്ലാ നോട്ടിഫിക്കേഷനുകളിലും, എക്സാം റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകളിലും യൂണിവേഴ്സിറ്റി 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്നാണ് കാണിച്ചിരുന്നത്. പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായതിന് മറ്റു സംശയം അടുത്ത വർഷം അത് 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്നായി മാറുപോകുന്നത്. ഇനി അടുത്ത വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്ന് കാണിക്കുമോന്ന്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അത് എഴുതാൻ സാധിക്കുന്നില്ല. 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ആ പരീക്ഷകളൊന്നും അറ്റൻഡ് ചെയ്യാനോ എഴുതാനോ സാധിക്കുന്നതല്ല. അപ്പോൾ ഇനി എപ്പോഴാണ് 2019 അഡ്മിഷൻകാരുടെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി റീകോൾ ചെയ്യുന്നത്? അതിനാണ് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും പിന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷകളും. അങ്ങനെയുള്ള പരീക്ഷകൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ അവസരം ലഭിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2024 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിക്ക് ഏതാണ്ട് 2029-30 വരെയാണ് ആ വിദ്യാർത്ഥിയുടെ റെഗുലർ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് എന്ത് മാത്രമേ പറ്റൂ? പിന്നീട് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം? 1 ടൈം, ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറയാം, നിങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇനി വരുന്ന അടുത്ത വർഷം വിളിക്കാൻ പോകുന്ന 1 to 5 സെമസ്റ്റർ എക്സാം സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം കഴിഞ്ഞ വർഷം വന്ന നോട്ടിഫിക്കേഷനുകളിലെല്ലാം എന്ത് തന്നെയായിരുന്നു? 2019 അഡ്മിഷൻ മുതലായിരുന്നു. ചിലപ്പോൾ അത് ഈ വർഷം 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് ആകാൻ സാധ്യതയുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോഴും സർക്കുലർ വന്നാൽ മാത്രമേ അത് വ്യക്തമായി പറയാൻ സാധിക്കുള്ളൂ എന്നാണ് അവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ 2019 അഡ്മിഷൻകാർക്ക് ഇനി സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളതും ഡൗട്ട് തന്നെയാണ്. അഥവാ നിങ്ങൾക്കത് എഴുതാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്യും? യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? റീകോൾ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ നോട്ടിഫിക്കേഷൻ, ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. 2009 to 2013 അഡ്മിഷൻസിൻ്റെ
വരെ റീകോൾ ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയ്ക്കും 2009 ടു 2013 അഡ്മിഷൻ വരെ വിദ്യാർത്ഥികളുടെ പരീക്ഷ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാറുണ്ട്, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീകോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2009 വരെ 2009 പരീക്ഷ വരെ യൂണിവേഴ്സിറ്റി റീകോൾ ചെയ്യുമ്പോൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും പെട്ടെന്ന് തന്നെ റീകോൾ ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എഴുതാൻ സാധിക്കാനുമുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പെട്ടെന്ന് തന്നെ ചെയ്യും. ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നെ എപ്പോഴാണ് ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക, അത് വിദ്യാർത്ഥികളുടെ ആവശ്യം കൂടുമ്പോഴാണ്. അതായത് ഏതെങ്കിലും ഒരു സെമസ്റ്റർ സംബന്ധിച്ച്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് 5ാം സെമസ്റ്റർ പരീക്ഷ എടുക്കുകയാണ്. 5ാം സെമസ്റ്റർ പരീക്ഷ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ 5ാം സെമസ്റ്റർ പരീക്ഷ എഴുതാനുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നിവേദനങ്ങളും മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ യൂണിവേഴ്സിറ്റിക്ക് തയ്യാറാക്കി അയക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ ആ വിവരം യൂണിവേഴ്സിറ്റിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതാൻ ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും പെട്ടെന്ന് തന്നെ റീകോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.